കട്ട് ചെയ്യാം. 1.5 ഇഞ്ച് ഇവിടെ മടക്കത്തേക്ക് 45. ഓക്കെ. ഷോൾഡർ 14 അല്ലേ? 6 ഇഞ്ച്. ചെസ്റ്റ് വണ്ണം 38. 37.5. 38ൻ്റെ വണ്ണം എടുക്കുക. 9.5. അതായത് 10 എടുക്കുന്നുണ്ട്. 10 വേസ്റ്റ് സ്ലിറ്റിലുണ്ട്. വേസ്റ്റിലുണ്ട്, സ്ലിറ്റിലുണ്ട്. ഇവിടുത്തെ വണ്ണം 9. 35 8 മുക്കാൽ 9 വരെ 45 11 അല്ലേ? അവിടെ വണ്ണമുണ്ടല്ലോ. 45. 12 എടുക്കുക. ഇവിടെ 1 ഇഞ്ച് തയ്യത്തുണ്ട്. ഇവിടെ 1.5. ഓക്കെ. ഷേപ്പ് ചെയ്യാം. എടുത്തിട്ട് ഇവിടെ അറിയാലോ. ഇവിടെ 1 ഇഞ്ച് ആവും കേട്ടോ. സ്ട്രേറ്റ് ലൈൻ 1 ഇഞ്ച് അല്ലേ? അവിടെ താഴെ കുറച്ച് വീതി കൂടുതലാണെങ്കിൽ കൂടുതൽ. ആ ഓക്കെ. വേണോ? ആ ഓറഞ്ച് അല്ലേ? താഴത്തോട്ട് ഓറഞ്ച് തന്നെയാണോ? ഇതാണ് കേട്ടോ. കൂട്ടുന്നത് പറഞ്ഞോണ്ടാ. ഇത് കണ്ടോ? ഇങ്ങനെ വെച്ചിട്ട് ശരി കട്ട് ചെയ്യാം. ഈ ഭാഗത്ത് മാർക്ക് ചെയ്യണം. നമ്മുടെ സ്ലിറ്റ് വരുമ്പോൾ ഇവിടെ വരെ ഉള്ളു. അറിയാമോ? നാളെ ഏതാണ്ട് സ്ലിറ്റ് അടിച്ചല്ലോ. സ്ലിറ്റ് അടിച്ചില്ല. ആ 2 സ്ലിറ്റ് ഞാൻ പറഞ്ഞു. അതെനിക്ക് ഇവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. നോക്കാറുണ്ട് സ്ലിറ്റ് അടിക്കാൻ. ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇവിടുന്ന് 1 ഇഞ്ചേ വരാം. ഇവിടെയൊക്കെ 1.25 കുഴപ്പമില്ല. ഇവിടെ അധികം തുമ്പിടാത്ത നല്ലത്. വളഞ്ഞ് വരും, ചുരുക്ക് വരും കേട്ടോ. ഇവിടെ 1.5 ഇവിടെ 1 ഇഞ്ച് 1.5 മതി. അല്ലെങ്കിൽ അവിടെ കൊടുത്ത ഒരു ചുളുക്ക് വരും. ഓക്കെ. പിന്നെ നെക്ക് ഏത് വേണം? നെക്ക് വി വരുമ്പോൾ സെപ്പറേറ്റ് ആണ്. നമുക്ക് മാറ്റാം. രണ്ടര ഇഞ്ച് പൊളിച്ചെടുക്കണേ. ബി അല്ലേ? അപ്പോൾ ക്യാൻവാസ് ഉണ്ടോ? ഇല്ല ഇല്ല.
3 ഇഞ്ച് വീതി എടുക്കും. ഇറക്കച്ചിരി ലെന്ത് കൂട്ടണം. വേണ്ടുന്നതിനേക്കാൾ ഇതിനൊക്കെ ആകുമ്പോൾ ഒരു കൂട്ടിയെടുക്കണം കേട്ടോ. 8 എടുക്കണല്ലേ? 7.5 8. ഇതല്ല ഇത്. എന്നിട്ട് ഇവിടെ ഇച്ചിരി ഒരു ഷേപ്പ് വരും. കത്തിരി പോകുന്ന നോക്കണം. ഷോൾഡർ ഷേപ്പ് ഉണ്ട് കേട്ടോ. ബാക്ക് അഞ്ചല്ലേ? ഒരുപാട് ഇത് എത്രയാ? 5 വീതി അതേപോലെ തന്നെ. ബാക്കിൽ റൗണ്ട് മതി. മതി. നാല് പീസ് കൂടെ ഒപ്പം വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്യണം. ഇത് തയ്ച്ചതിൻ്റെ ഷേപ്പ് എടുക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞു. ഇത് മടക്കി വെച്ചു. ഇനി നമുക്ക് ബാലൻസ് പീസിന് സ്ലീവ് ഇങ്ങനെ എടുത്ത് 14 കണ്ടല്ലായിരുന്നു. അതെ. ഒന്നര ഇഞ്ച് മടക്കത്തേക്ക് 16. ഷോൾഡർ എത്രയായിരുന്നു? 6. 3 ചൂടം കൂട്ടണം ഇവിടെ നിന്ന്. എന്നിട്ട് ഇപ്പോൾ ഇതാണ്. ഇതിന്ന് 3.5 ഇഞ്ച് മാറ്റിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ കുഴിച്ചോട്ട് അറിയാമോ? അറിയാം. ഇങ്ങനെ പറയണേ പറഞ്ഞുതരാം. അറിയാൻ പറ്റുന്നുണ്ടോ? 3 ഇങ്ങനെ വെട്ടിയതിന് ശേഷം 2 ഇഞ്ച് മോള് നേരെ വന്നിട്ട് ഇതിൽ കൊണ്ടുപോകണം കേട്ടോ. നിങ്ങൾ മടി പിടിക്കണ്ട. പറഞ്ഞ നാണാന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. ഇല്ല നാണം ആവുന്നൊന്നും വിചാരിക്കരുത്. ഷോൾഡറാണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടുത്തെ ഇതൊന്നും ഷോൾഡർ. അപ്പോൾ കയ്യിൻ്റെ ഇവിടെ അല്ലല്ലോ താഴ്ഭാഗം വരിക. ഇച്ചിരി കൂടെ ഭംഗി കൂടെ കിട്ടാൻ വേണ്ടി കയ്യുടെ കുറവ് വന്നാലേ പിന്നെ അവിടെ പീസ് വെച്ച് അടിക്കണ്ടേ ഈ വീതി. മനസ്സിലായി? അവിടെ അത്ര ലെങ്ത് മതിയാവോ? 6.5 എന്ന് പറയുമ്പോൾ 14 ഉണ്ടല്ലോ അല്ലേ ഇവിടത്തെ? അതോ അത്രയും മതിയാവും. കൈ വണ്ണം എത്ര? 11.5. ഞങ്ങൾക്ക് വണ്ണം ഉടമ്പടി മതി. ഇത് മതി എഴുത്തുമ്പോൾ. ചോപ്പ് കൊണ്ടങ്ങ് ഓടി പോവുക. വരയ്ക്കാൻ കൈ അങ്ങ് പോവും. അതേപോലെ ചെല്ലുന്നിടത്ത് അതായിരിക്കും അളവ്. ഞാൻ പറയുന്ന അളവായിരിക്കും കറക്റ്റ്. നിങ്ങൾക്ക് ഇച്ചിരി സംശയം വന്നുകൊണ്ട് ഞാൻ ഇച്ചിരി അങ്ങോട്ട് നീക്കിട്ട് കറക്റ്റ് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നമ്മൾ കൈ കുഴിച്ച് അല്ല ബോഡി പാർട്ട് കുഴിച്ച് വെട്ടിയല്ലോ. കുഴിച്ച് വെട്ടുന്നത് നമുക്ക് കൈ സ്ലീവും കുഴിച്ച് വെട്ടാം. അരയിഞ്ച് സെൻറ്റർ നോക്കിയിട്ട് കൈത്തും കഴിഞ്ഞിട്ട് സെൻറ്റർ നോക്കിയിട്ട് അരയിഞ്ച് താഴോട്ട്. ഓക്കെ, മനസ്സിലായോ? ഇതേ ഉള്ളു. നെക്കിൻ്റെ ബോഡി പാർട്ട്